ഇന്നേക്ക് വരെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. പക്ഷേ ആ അബദ്ധം ഈ സ്റ്റിക്കി നോട്ട്സ് കാരണം എനിക്ക് പറ്റിയിട്ടോ. സംഭവമൊന്നുമില്ല, ഒരു ചെറിയ കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ എനിക്കൊരു സെക്കൻഡ് ചാനലോടെ ഉണ്ട്. അതിൻ്റെ പേരാണ് മൈ വേ എന്ന്. നിങ്ങളാരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. കാരണം ഞാൻ ആ ചാനൽ ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ രണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ. അപ്പോൾ സ്വിച്ച് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ആ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ട് അതിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഈ വീഡിയോ അതായത് ഞാനിപ്പോൾ തുടക്കത്തിൽ കട്ടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാണിച്ചില്ലേ, സ്റ്റിക്കി നോട്ട്സ്, അതിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തത് ആ സെക്കൻഡ് ചാനലാണ്. അതുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് ചാനലിൽ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത്ര രസം ഉണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഒന്നുകൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കി, എനിക്ക് ഭയങ്കര മടിയായിരുന്നു രണ്ടാമത് ഒന്നുകൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പോവാണെ പോട്ടെ, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെയായിരുന്നു ഞാൻ ഓർത്തത്. പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്തു ഗൈസ്. വീണ്ടും വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തു. ഇപ്പം തിന്നായിട്ടിരിക്കുന്നില്ലേ, അതാണ് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് എടുത്തത്. ആ ഫസ്റ്റ് ആ കട്ടിയുള്ളതിൽ നല്ല രസമായിട്ടിരിക്കുന്നത് അതാണ് ഒന്നാമത് എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കറല്ല, സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ബുക്കിൽ നിന്നൊക്കെ ഉണ്ടാവില്ല വെള്ള പേപ്പർ, അതെടുത്താൽ മതി. എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇഷ്ടമുള്ള അളവിൽ, സ്ക്വയർ, റൗണ്ടോ ഇഷ്ടമുള്ള രീതിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക. ഗ്രിഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ മാക്സിമം ലൈറ്റ് കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കവായി എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രിഡ് ലൈൻസ് ആണല്ലോ. അങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ച് കഴിഞ്ഞിട്ട് താഴെ കുഞ്ഞ് ഇത് കൂടി സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സ്റ്റാർ അങ്ങനെ കുഞ്ഞു സംഭവങ്ങളാണ് വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മളെപ്പോഴും സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സെലോ ടേപ്പ് എടുത്തിട്ട് അതിന് മണ്ട ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയുള്ളൂ നമ്മുടെ ഈസി ആൻഡ് അടിപൊളിയായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ.